പിള്ളേരെ ഈ കാണണേ? കുർബാന കഴിഞ്ഞിട്ട് നേരെ എത്രയെന്നാ വിചാരം? ഇവിടെ അപ്പിടി പെരുന്നാള്, ഇടവക ദിനം, വെടിക്കെട്ട്, പ്രദക്ഷിണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പുത്രൻ എന്നെ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നതാ. ഇടവക ദിനത്തിൻ്റെ പാട്ടും കൂത്തുമൊക്കെ ഇപ്പം തുടങ്ങുമെന്ന് പറഞ്ഞേച്ച് ഒരു കപ്പ് കട്ടൻ ചായയും തന്ന് എന്നെ ആ മുക്കിലിടുത്തി മുങ്ങിയതാ എൻ്റെ കൊച്ചുമോൻ. ഇതുവരെ പൊങ്ങിയിട്ടില്ല. മോനെയും മരുമകളെയും കാണാനുമില്ല. എൻ്റെ വികാരിയച്ഛാ, എന്തെങ്കിലും പരിഹാരം വേണം. ഡാ പിള്ളേരെ, അവിടെ എവിടെയും തോണ്ടിക്കൊണ്ട് നിൽക്കാണ്ട് ഇവിടെ കയറിയിരുന്നേടാ. നേരത്തിനും കാലത്തിനും പരിപാടി തുടങ്ങിയില്ലേ? ഈ കത്രീന അമ്മച്ചിയുടെ തനി നിറം നിങ്ങൾ കാണും, പറഞ്ഞേക്കാം. ഡാ മോനെ, ആ ബെല്ലടിച്ച് 2 മിനിറ്റിനുള്ളിൽ പരിപാടി തുടങ്ങിയേക്കണം. ഓ, ഈ അലാമിൻ്റെ ഒരു കാര്യം എന്തൊരു പഞ്ച്വാലിറ്റി ആണെന്ന് നോക്കണേ. ഒരു ദിവസമെങ്കിലും ഒരു ഇച്ചിരി നേരം വൈകി കരഞ്ഞൂടെ ഇതിന്? ഇതിപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയല്ലേ ആയിട്ടുള്ളൂ. ഹലോ, എഴുന്നേൽക്കുന്നില്ലേ? ബ്രോയുടെ പ്രാർത്ഥന കേട്ട് ദൈവം അയച്ചതാണെന്നെ. നോ ടൈം ടു വേസ്റ്റ്. വേണ്ടതെന്തും ചോദിച്ചു കൊള്ളുക. ഐ ആം അറ്റ് യുവർ സർവീസ് ബ്രോ. പിന്നെ ഒന്ന് പോയേ, ഒരു ഉടായ്പായിട്ട് ഇറങ്ങിക്കോളും മനുഷ്യന്മാരെ പറ്റിക്കാൻ. ബ്രോ പ്ലീസ് ഡോണ്ട് ഡൗട്ട് മീ. എന്ത് വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക, അതിന്ന് ഉറപ്പ്. എന്തപ്പ പറയുക? ഒരു BMW കാറ് പറഞ്ഞാലോ? ഓ വേണ്ട, അത് ചേട്ടൻ പൊക്കും. ഒരു ഐഫോൺ പറഞ്ഞാലോ? അത് അപ്പൻ്റെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓ, ശക്തമായ ആലോചനയിലാണല്ലോ. ആകെ മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. ഒരുമാതിരി സാധനങ്ങളൊക്കെ എനിക്കുണ്ട്. ബാക്കിയുള്ളത് അപ്പൻ്റെയും ചേട്ടൻ്റെയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് മാലാക എന്നെയും കൊണ്ട് ഫ്ലൈറ്റിലൊന്ന് കറങ്ങാൻ പോയാൽ മതി. ഓക്കേ, ഐ ആം റെഡി. എവിടെ പോകണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ഇത് വീണ്ടും കുഴപ്പിക്കും. എവിടെ തിരിഞ്ഞാലും യുദ്ധം. ചേട്ടൻ MBBS അങ്ങ് റഷ്യയിൽ പോയി, ദാ അവിടെ യുദ്ധം. ഇപ്പോൾ വീട്ടിലിരുന്നാണ് പഠിപ്പ്. ഇനിയിപ്പോൾ വിശുദ്ധ നാടൊക്കെ കണ്ടുവരാമെന്ന് ഓർത്താൽ പാലസ്തീന ഇസ്രായേലിൽ ചോരക്കളമാണ്. ഒന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റില്ല എന്നേ. അല്ല, മാലാക അങ്ങ് പറന്നൊക്കെ നടക്കുന്നതല്ലേ. ഡു യു ഹാവ് എനി ഓപ്ഷൻസ്? ഈ ഭൂമിയിൽ ഞാൻ കാണാത്ത സ്ഥലമൊന്നുമില്ല. എവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഞങ്ങളുടെ പറുദീസ തന്നെയാ. ഓ, യു മീൻ പാരഡൈസ്? പണ്ട് ആദം ചേട്ടനും ഹവ ചേച്ചിയും താമസിച്ച ദൈവം വാക്കിങ്ങിന് വന്നിരുന്ന പാരഡൈസ്? യെസ് ബ്രോ, ദൈവം ഇന്നും അവിടെ തന്നെയാണ് താമസം. നോ അഡ്രസ് ചേഞ്ച്. എന്നാ പിന്നെ പറുദീസ തന്നെ നമ്മുടെ പിക്നിക് സ്പോട്ട്. ലെറ്റ്സ് ഗോ മൈ ഡിയർ ഏഞ്ചൽ. ഐ എം സൂപ്പർ എക്സൈറ്റഡ്. പറുദീസ യാത്രയ്ക്ക് അല്പം റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഓൺ ദ വേയിലുള്ളതൊന്നും കാണാതിരിക്കാൻ, ആ സർപ്രൈസ് അങ്ങ് നഷ്ടപ്പെടാതിരിക്കാൻ പറുദീസ എത്തുന്നത് വരെ ബ്രോയുടെ കണ്ണ് ഞാൻ കെട്ടും. നോ ഇഷ്യൂസ് മൈ ഡിയർ, ലെറ്റ്സ് ഗോ. ഇതെന്താ മാലാകെ, ടൂൾസ് ഒക്കെ ആയിട്ടാണോ നമ്മുടെ ജേർണി? കുന്തം, അമ്പ്, എന്താ ഉദ്ദേശം? ഈ പറുദീസ യാത്രയിൽ നമുക്ക് ഡിറക്ഷൻസ് കാണിച്ചു തരിക വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഈ അമ്പായിരിക്കും. നമ്മൾ യാത്ര ചെയ്യുന്നത് വിശുദ്ധ തോമാസ് ലീഹായുടെ ഈ കുന്തത്തിലുമായിരിക്കും. വാവ്, ദാറ്റ്സ് ഗ്രേറ്റ്. ഇതാ ഏതാനും നിമിഷങ്ങൾക്കകം നാം പറുദീസായിൽ ലാൻഡ് ചെയ്യുന്നതായിരിക്കും. ബ്രോ ഗെറ്റ് റെഡി. വെൽക്കം ടു പറുദീസ മൈ ഡിയർ. അല്ല, ഇത് എൻ്റെ ഇടവകയല്ലേ? ദേ എൻ്റെ വികാരി അച്ഛൻ, ട്രസ്റ്റിമാർ, സിസ്റ്റേഴ്സ്, ദാണ്ടിരിക്കുന്ന എൻ്റെ അപ്പൻ. മാലാകെ, ഇത് എപ്പിടി പറുദീസയാകും? ഈ ഭൂമിയിൽ എവിടെയെല്ലാം സന്തോഷമുണ്ടോ, സമാധാനമുണ്ടോ, ദൈവഭയമുണ്ടോ, ഐക്യമുണ്ടോ, സഹോദര്യവും സ്നേഹവുമുണ്ടോ, അവിടം പറുദീസയാണ്. അവിടെയാണ് ദൈവം വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ മാലാകെ, നോ ഡൗട്ട് സെന്റ് തോമസ് വസൈസ്റ്റ് പാരിഷ് ഭൂമിയിലെ പറുദീസ തന്നെ. ഞങ്ങളുടെ സ്നേഹവും ഐക്യവും ദൈവവിശ്വാസവും ഒക്കെ വേറെ ലെവലാണ്. ഇതാണ് ഭൂമിയിലെ പറുദീസ. അതെ, കേരളത്തിന്റെ ശാലീനതയും സുരക്ഷിതത്വവും ഒക്കെ ഉപേക്ഷിച്ച്
ഈ മുംബൈ മഹാനഗരത്തിൽ വിശുദ്ധ തോമാസ് ലീഹായിലൂടെ പകർന്നു കിട്ടിയ വിശ്വാസം കാത്തു സൂക്ഷിച്ച് ഒറ്റക്കെട്ടായി മുന്നേറുന്ന കല്യാൺ രൂപതയുടെ സെയിന്റ് തോമസ് ബസായ് ഈസ്റ്റ് ഇടവക തന്നെയാണ് ഭൂമിയിലെ പറുദീസ. അതെ, വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമാസ് ലീഹായുടെയും തിരുനാളിനൊരുക്കമായി നാം നടത്തുന്ന ഇടവക ദിനം പറുദീസ 2024.